ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ രാവിലെ 8:15 കാലത്ത് തന്നെ ലോഡ് ഇറക്കി പൂക്കളമായിട്ട് വന്നതാണ്. ഈ പൂക്കളമായിട്ട് വന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമങ്ങളിലൊക്കെ അകത്തായിരിക്കും ഈ പറഞ്ഞ സംഭവം. പിന്നെ രാത്രി ഞാനിവിടെ വന്നിട്ട് ഇവിടെ കിടന്നേ. കാരണം ഇതിനു മുമ്പ് 2 സ്ഥലങ്ങളിലായിട്ട് ലോഡ് ഇറക്കാണ്ടായിരുന്നു. 2 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്നിട്ട് സ്പെയിനിലായിരുന്നു, സ്പെയിൻ്റെ ബോർഡറിൽ. രണ്ടാമത് വന്നിട്ട് ഫ്രാൻസിലായിരുന്നു. പക്ഷെ ഫ്രാൻസിൽ ആദ്യത്തെ സ്ഥലത്ത് വന്നപ്പോൾ തന്നെ ആ ഗ്രാമത്തിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഔട്ടർ എടുത്തു. പിന്നെ അത് പകുതി വന്നപ്പോൾ നിന്നു. പിന്നെ വേറൊരു വഴി എടുത്തു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു പുള്ളിക്കാരൻ വന്ന് വണ്ടി ചവിട്ടിയിട്ട് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒരു പോർച്ചുഗലുകാരനാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറയുന്ന മാതിരി സ്ഥലം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു, അവിടുത്തെ ഒരു വീടാണ്, അവിടെ ഇതിൻ്റെ അകത്തെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഈ എൻ്റെ അകത്തെ സംഭവങ്ങൾ ഉണ്ടാവണം, അല്ലാണ്ട് ഈ അഡ്രസ്സ് ഇങ്ങനെ വരില്ല. അത് കഴിഞ്ഞ് മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനും പറ്റണില്ല. മാപ്പിൽ സൂം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സോടെ പുള്ളിക്കാരൻ പറഞ്ഞാൽ എൻ്റെ പുറകെ വരാം. പുള്ളി അവിടെ തന്നെ താമസിക്കുന്നത്. അങ്ങനെ പുള്ളിയുടെ പുറകെ പോയി ഒരു വീടിന് മുമ്പിൽ വന്ന് നിന്നു. ഞാൻ പറഞ്ഞു, ഇതായിരിക്കില്ല. ഞാനും ഇറങ്ങി ചെന്നു. അല്ല, നമുക്കൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇതിൻ്റെ പുറകിലായിട്ടാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ മെഷീൻസ് ഒന്നുമില്ല ഇതിറക്കാൻ പറ്റിയത്. അവരുടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് അറിയേണ്ട കാര്യമില്ല. ഇന്ന് ഇറക്കാൻ പറ്റില്ല, ഇന്നലെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളപ്പോൾ നേരെ കമ്പനീനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മാതിരി സംഭവമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ വിളിച്ചിട്ട് പറഞ്ഞു, അത് ശരിയാ, അതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാനതങ്ങ് ഇറക്കിയേക്കാം. ഞാനത് പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്നും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പൂക്കൾ മേടിക്കാൻ വന്നവർ. അവരെല്ലാവരും വണ്ടി കയറി, അവരെല്ലാവരും അവിടെ ഇറക്കി. പിന്നെ അധികം സമയത്തിന് നിന്നില്ല, സംഭവം ഇറക്കി. നമ്മൾ പോന്നു, ഇവിടെ ഒന്ന് കിടന്നു. ഇനി ഇവിടെ നിന്ന് 223 കിലോമീറ്റർ ഉണ്ട് അടുത്ത സ്ഥലത്തേക്ക്. ഇറങ്ങണേക്കാളും മുമ്പ് നമ്മളൊരു കാപ്പി ഉണ്ടായി. കാലത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ 6:30 എഴുന്നേറ്റു. അവർ വന്നപ്പോൾ നേരം വിളിച്ചു. 7:30 എത്തിയവർ. അപ്പോഴേക്കും സംഭവങ്ങൾ വേഗം ഇറക്കി, സംഭവം കയറ്റി നമ്മൾ പൈനത്തിരിക്കും. ഇതിപ്പോൾ തുളുസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ അകത്തോട്ട് കയറിയിട്ടാണ് ഈ പറഞ്ഞ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം. ട്രെയിലറിൻ്റെ മൂർഭാഗം ഇടിക്കുമോ എന്നുള്ള ഭയം ഇല്ലാതില്ല. ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കണ കമ്പുകളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ട്രെയിലറിൻ്റെ മോൾ ഭാഗം ഇടിക്കും. ചില മരത്തുമ്മ പാട് കാണാനുണ്ട്. ഇതാണ് കരഫൂർ മാർക്കറ്റ്. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ റൂട്ട് എടുത്തിരുന്നത്. വന്ന റൂട്ട് തന്നെ പോകാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ആ വഴി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അവിടെ നിന്ന് നമുക്കിപ്പോൾ പോകേണ്ടത് നമ്മൾ വന്ന വഴിയിൽ നിന്ന് വീണ്ടും ഹൈവേ കയറിയിട്ട് മുകളിലേക്ക് കയറണം. ഇറ്റലിക്കുള്ള റൂട്ടാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇന്ന് 2 സ്ഥലത്ത് കൂടെ ഇറക്കാനുണ്ട്. അതിനുശേഷം ഇറ്റലിയിൽ സാധനങ്ങളൊക്കെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം.
അത് മിക്കവാറും നാളെയോ. ഓബ്ലിഗത്തോറി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെ പറ്റും? അതാണ് ആ റൂട്ട്. Es posible que The Garden Island cierre en menos de una hora a partir de tu llegada. Dirígete hacia Rue de Lillis. ആ അതാണ് ആ റൂട്ട്. ഇത് പെട്ടൂന്നാ തോന്നണ കണ്ടിട്ട്. ഇവിടെ നിന്ന് വലത്തോട്ട് പോകണം. എഴുതി വെച്ചാണ്. പിന്നെ റെഡോർട്ട് എന്നിട്ട് സംഭവം എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ GPS ഓണാക്കി വയ്ക്കും. Gira a la izquierda en Seme de Campagnet. Gira a la izquierda para continuar por Cuvieret Maricui. ആ പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല. Dentro de 800 metros, continúa recto hacia Rue Jean Cadastre. അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട്. എന്തായിരുന്നാലും വഴി നല്ല വഴിയായി. സ്കൂൾ ബസ്സാ. ഇതാണ് പൂക്കളുമായിട്ട് വന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞില്ല. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ റൂട്ടിൽ ട്രെയിലറുകൾ കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ചില സമയത്ത് ഫോർ എക്സാമ്പിൾ വന്നിട്ട് വരണ വഴിക്ക് റോഡ് വർക്കുകാരൻ കൂടെ റോഡ് അടച്ചിട്ടുണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം ഇങ്ങനത്തെ വണ്ടികൾ ഇവിടെ വളരെ റയറായിരിക്കും വരാൻ. ചെറിയ ടൈപ്പ് ട്രക്കുകളായിരിക്കും. അപ്പം നമ്മളിവിടെ പോകുന്ന എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫ്രാൻസിൻ്റെ റോഡുകൾ കണ്ട എല്ലായിടത്തും ഒരുപോലെയാന്ന് പറയില്ല. നമ്മൾ സംഭവങ്ങളൊക്കെ പറയും. ഇതിപ്പോൾ ഏകദേശം കേരള റോഡ് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പണിയുമായിരിക്കും. നമുക്ക് ഇതിലേ തന്നെ അങ്ങ് പോവാം. GPS റൂട്ട് കാണിക്കുന്നത് അപ്പുറത്തേക്കാണ്. അപ്പോൾ ഏകദേശം കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് ഒരു വണ്ടി എടുക്കണം. ഇനി അപ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ട്രെയിലർ കയറണ്ട ഇവിടെ.
നമുക്ക് ഇനിയിപ്പോൾ വീണ്ടും ഇതേ റൂട്ട് തന്നെ. ഇത് വന്നിട്ട് കമ്പനി മൊബൈലാ, അതിൽ ഡാറ്റ വളരെ കുറവായിരിക്കും. ഇത് പൂക്കളുടെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാപ്പ് ഇട്ടിട്ടുണ്ടാവും അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഓണാക്കി വെക്കാറ് മതി ഇതിലൊക്കെ അടുത്ത് എത്തുമ്പോൾ. ഇതിനിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം എല്ലാം ഈ റൂട്ടൊക്കെ തന്നെയാണ്. സമയം രാവിലെ 8:30 ആവുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ജോലിക്കാർ കുറഞ്ഞ ടൈമാണ്. അല്ലെങ്കിൽ പിന്നെ വലിയ കാര്യമായിട്ട് പ്രശ്നമില്ല. ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റൂട്ടാണ്. നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ഇറക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അവിടെ. അതിനുശേഷം അടുത്ത സ്ഥലത്ത് വൈകിട്ടത്തേക്ക് ഇറ്റലിയിൽ നാളെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളപ്പോൾ ശനിയാഴ്ച കയറിയതാണ് അവിടെ നിന്ന്, സ്പെയിനിൽ നിന്ന്. ശനിയാഴ്ച കയറി, ഇന്നലെ ഞായർ, ഇന്ന് തിങ്കൾ. ഇവിടെ എന്തായിരുന്നാലും റഡാറിൻ്റെ പ്രോബ്ലം കുറവായിരിക്കുന്നു വിചാരിക്കുന്നു. ഫ്രാൻസിലാണ് അതുപോലത്തെ റോഡുകൾ, ഇങ്ങനെ കുഴിയുള്ള റോഡുകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഫ്രാൻസിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി തന്നെ. ജർമ്മനിയിലും കണ്ടിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിലും കണ്ടിട്ടുണ്ട്. ഇത് കാണാത്തത് ഞാൻ നെതർലൻഡ്സിൽ മാത്രമേ ഉള്ളൂ. നെതർലൻഡ്സിലെ എല്ലാ റോഡുകളും ഏകദേശം പക്കാ റോഡുകളായിട്ടാണ് കണ്ടാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു ഗ്രാമത്തേക്ക് കയറണം. ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ 50 സ്പീഡ് ലിമിറ്റ്. ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കേണ്ടി വരും, കാരണം സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. ആ പുള്ളി വരുന്നതിന് മുമ്പ് നമുക്ക് അപ്പുറത്തേക്ക് കയറണം. വേണ്ട, ഇത് സൈഡ് തന്നെയാണ് അത് ഈ മോൾ ഭാഗത്ത് വണ്ടികളിൽ.
അങ്ങനത്തെ മുട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിപ്പം അതിനെ നൈസായിട്ട് ഒതുക്കാം. ഇതൊരു സ്കൂളാണ്. സ്കൂളിലേക്കാണ് പിള്ളേർ ഇപ്പോൾ കയറി പോകുന്നത്. ആ മണിയടി. അങ്ങനെ ആ ഒരു ഗ്രാമം അങ്ങനെ തീർന്നു. കൂട്ടുകാരെ, ഇന്നതാണ് അപ്പം ഇന്നത്തെ കാലത്തെ വിശേഷങ്ങൾ. നമ്മൾ ഈ ഗ്രാമം കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ഗ്രാമങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളിനി തിരിച്ചു വരുമ്പോൾ ഇതിലേ വരുമോ, അല്ലെങ്കിൽ വീണ്ടും നമുക്കിത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറ്റലിയിലേക്ക് കയറാനുള്ളതാണ്. അത് അവിടെ നിന്നും വേറൊരു റൂട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതിലേ പോകണോ ഒരു ഐഡിയ ഇല്ല. നമുക്കിവിടെ നിന്ന് പറഞ്ഞൊരു 13 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ 26 ടണ്ണിന് മേലെയുള്ള വണ്ടികൾ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോന്നു, കാരണം വേറെ നിവൃത്തിയില്ല. അതേ കിടക്കണ 26 ടൺ. 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 26 ടണ്ണിൽ കൂടുതലുള്ള സംഭവങ്ങൾ അപ്പുറത്തോട്ട് കയറ്റാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഇവിടെ തന്നെ തിരിച്ചിങ്ങോട്ട് പോയി. എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. വലത്തോട്ട് കയറാൻ പറ്റില്ല. 8 മീറ്ററിൻ്റെ കൂടുതലുള്ള വണ്ടി. നമുക്കപ്പോൾ വീണ്ടും നേരെ തന്നെ പോകാം. ഇതിലാണ് കാറിന് പറയുന്ന വഴി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യനെ സാവധാനം വിമറക്കൊന്ന് ചവിട്ടി കൊടുക്കാം. കുറച്ച് നേരമായി നമ്മുടെ പുറകിലിങ്ങനെ പന്നം നിൽക്കണേ. മൊബൈലിൻ്റെ GPS കാണിക്കുന്നത് കാറുകൾക്ക് പോകാനുള്ള, നമുക്കതിലെത്താൻ പറ്റില്ല. ഇനിയൊരു ഗ്രാമം കയറാനുണ്ട്.
അതിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള നമുക്കൊരു ടെൻഷൻ. കാരണം വണ്ടി കയറിയില്ലെങ്കിൽ അതുപോലെ തന്നെ റിവേഴ്സ് വയ്ക്കേണ്ടി വരും. റിവേഴ്സ് വെക്കൽ മാത്രമല്ല, ഒരു 30 കിലോമീറ്റർ തിരിച്ച് കയറേണ്ടി വരും. അതെന്ത് ചെയ്യണം എന്നുള്ളത് അവിടെ എത്തിയിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. Sal de la rotonda por la segunda salida. റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല എന്ന് കരുതണ്, പക്ഷേ അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വഴി കൂടെ വന്നിട്ട് 24 ടണ്ണും അതുപോലെ തന്നെ 8 മീറ്റർ ലെങ്ത്തുള്ള വണ്ടികൾ കൂടുതൽ അങ്ങോട്ട് കയറാൻ പാടില്ലാന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും പ്രൊഹിബിഷൻ കിട്ടി കഴിഞ്ഞാലാണ് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് അടുത്ത വഴി എന്തിട്ടാന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. In 400 meters, turn right onto Route Départementale 558, Route Nationale. Sal de la rotonda por la segunda salida por Route Nacional. ഇവിടെ ടയറിൻ്റെ പാടൊക്കെ കാണാനുണ്ട്. Turn right onto Route Départementale 558, Route Nationale. അങ്ങോട്ട് 26 ടണ്ണാണ് കയറാൻ പാടില്ല എന്ന് പറയണേ. നമ്മുടെ കയ്യിൽ പിന്നെ 26 ടണ്ണില്ല, ഇവിടെ 12. നമുക്കൊന്ന് കയറി നോക്കാം. ഏകദേശം 26 ടണ്ണൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. Continue on D558 for 1.5 kilometers. ഇതുപോലെ തന്നെ ഇരുന്ന് നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കയറ്റം, ശോകമുഖമായ കയറ്റം. ഇത് പിന്നെ കുറച്ചും കൂടെ വീതിയുണ്ട് ഈ വഴിക്ക്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ നിർത്തി കൊടുക്കും. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ട് എടുത്തിട്ട് വേണം കയറ്റാനായിട്ട്. ഇതിലെ ട്രക്ക് കയറില്ല. മുപ്പതാണ് ഇവിടെ സ്പീഡ് ലിമിറ്റ്. അതിൻ്റെ അപ്പുറത്ത് ഒരു വണ്ടി കൊണ്ടു ഇട്ടിട്ടുണ്ട്. ഇവിടെ ട്രക്കുകൾ അങ്ങനെ പോവാത്തത് കൊണ്ടായിരിക്കണം കാറുകൾ ഇങ്ങനെ റോട്ടിൽ കൊണ്ടു ഇട്ടേക്കണം. വെയിറ്റ് ലിമിറ്റ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മളതിൽ പൂക്കളും ഏകദേശമൊക്കെ ആ വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മൾ 5 സ്ഥലങ്ങളിലായിട്ട് ലോഡ് ഇറക്കിയതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വണ്ടികളല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് വരേണ്ടത്. ചെറു വണ്ടികളാണ്. അതായത് ഫ്രാൻസിൽ തന്നെ എവിടെയെങ്കിലൊക്കെ ഇറക്കിയിട്ട് ഈ പറഞ്ഞ ഗ്രാമങ്ങളിലേക്ക് ഇറക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നതിന് പകരം
അവർ ട്രെയിലർ എടുത്തിട്ട് Salve la rotonda por la segunda salida. 5 എണ്ണം അവിടെ 6 എണ്ണം ഇവിടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് aയക്കും. Dentro de 400 metros. In 400 meters, at the roundabout, take the first exit onto route de Kogolin, D558 heading to Kogolin. Salve la rotonda por la segunda salida por la de 14. ഇവിടെയും ഉണ്ട് ഒരു റൗണ്ട്. ഇവിടെ 2 സ്ഥലത്തേക്കാണ് ശരിക്കും നമുക്ക് റൂട്ട് പറഞ്ഞേക്കണേ. ഒന്ന് വന്നിട്ട് കോഗോളി അവിടേക്ക്, രണ്ടാമത് വന്നിട്ട് അവിടേക്ക്. നമുക്കപ്പോൾ ഈ റൂട്ട് പോവാം. Sal de la rotonda. Exit the roundabout onto route de Kogolin. Dentro de In 150 meters, turn right onto Chemin de la Baule. Turn right onto Chemin de la Baule, then sharp left. ഇതിലെങ്ങനെയാണ് സംഭവം നോക്കട്ടെ. പിന്നെ ഗ്രാമങ്ങൾ കയറി ഇറങ്ങേണ്ടി വരും. അതിലും ഭേദം അടുത്തടുത്തിട്ട് പോണതാ. ഒരു വണ്ടി കൂടെ പോകുന്നുണ്ട്. In 600 meters, turn right onto Chemin Salve la rotonda por Saint-Pierre. la segunda salida. Dentro de 400 metros, gira ligeramente a la derecha para continuar por D14. Indicaciones para Saint-Tropez. Salve la rotonda por la segunda salida por la de 14. Turn right onto Chemin Saint-Pierre. ഇവിടെ നിന്നും നമുക്ക് Gira ligeramente a la derecha para continuar por D14. Indicaciones para Saint-Tropez. In 500 meters, turn right onto Chemin Vigneault. Salve la rotonda por la primera salida por la de 61. Slide right to stay on D14, signs for Saint-Tropez. In 600 meters, at the roundabout, take the second exit and stay on D61. Continúa por D61. D61. ഇവിടെ ഒന്നും 6.2 പറയണേ. അവിടെ ഒന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു. വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായതില്ല. ഹെവി ഇതായിരുന്നു ഒരു കയറ്റം. ആ മല കയറിയപ്പോൾ ചെറിയ റോഡുകൾ, അതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കോംപ്ലിക്കേഷൻ. Salve la rotonda por la segunda salida por la de 61. ഇതാണ് അടുത്ത പ്രശ്നം. എവിടെ നിന്നൊരു വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ ഒരു വണ്ടി വീണിട്ടുണ്ട്. ഒരു വണ്ടി പോയേക്കണത് അത്. ഇതാണ് ഇതുപോലത്തെ റോഡുകളുടെ പ്രശ്നം. അപ്രതീക്ഷിതമായിട്ടായിരിക്കും.
അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ പോകേണ്ട സിറ്റുവേഷനാണ്. അയ്യോ, ഞാൻ പറഞ്ഞ വഴിക്കൊരു ട്രെയിലറുകാരൻ അവിടെ കിടക്കണം. അവൻ എന്നോട് ചോദിക്കണേ ഈ വഴിക്ക് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അവൻ ഞാൻ പറഞ്ഞു സ്ട്രൈറ്റ് അവിടെ കിടപ്പുണ്ട് റൗണ്ടിൻ്റെ ഫ്രണ്ടിൽ. ഞാൻ പറഞ്ഞു നോ ഐഡിയ, ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു. Sal de la rotonda por la primera salida. നമുക്ക് പോകാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. ഞാനോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട്. പുള്ളി അപ്പം എന്നെ ഇങ്ങനെ നോക്കണം. ഒരു സ്ഥലത്ത് പോലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ നിന്നൊരു 4.8 കിലോമീറ്ററാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇനിയിപ്പോൾ ആ വണ്ടികൾ പോകാണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു കലുങ്കാണ്. നെക്സ്റ്റ് que yo no quiero salir. ആ പുള്ളി കയറണില്ല. പുറയിലുള്ളൊരു കംപ്ലീറ്റ് ഫോൺ അടിക്കുക. അവൻ ജന്മം ഉണ്ടാക്കിയ ഫോണില്ല. In 400 meters, at the roundabout, take the first exit onto Avenue de Valensol, D98 heading to Hira, Toulon. Sigue la rotonda por la primera salida por la de 98. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പക്ഷേ നമ്മൾ അപ്പുറത്തെ വഴിക്കായിരിക്കും പോവാം. എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടണേ. അത് ചോദിച്ചു നോക്കേണ്ടി വരും ആരെങ്കിലും അടുത്ത്. ഈ പുള്ളി എന്താണോ ഇങ്ങനെ നിൽക്കണേ? Sal de la rotonda en Avenue de Valensol. Exit the roundabout onto Avenue de Valensol. Dentro de 500 In 500 meters, en la at the rotonda, roundabout, toma la take the segunda second salida y exit and stay on continúa Avenue de Valensol, D98. ഡി Sal de la 98. rotonda por la segunda salida por la de 98. ഇനി ഇവിടെ നിന്നൊരു 3 കിലോമീറ്ററാണ്. ഇതുപോലത്തെ ചെറിയ വണ്ടികൾ മാത്രം ഇവിടെ വരാൻ പാടുള്ളൂ എന്നാണ് പറയണത്. നമ്മളെന്ത് ചെയ്യാനാ? കമ്പനിയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ പറയും 4 ടയർ കയറും അന്ന് വിട്ടോളാൻ പറയും. ഒന്നേ 1.7. Sal de la rotonda por la segunda salida.
ഇനി നമുക്ക് അധികം In 500 meters, keep right to stay on Avenue de Valençol, D98. Por la segunda salida por Avenue de Valençol. റൗണ്ടിൽ നിന്ന് നേരെ ഇടത്തോട്ട് 2 വഴി കാണിക്കുന്നുണ്ട്. Mantente a la derecha para permanecer Keep en right Avenue to de stay on Valençol. Avenue de Valençol. ഒന്ന് വന്നിട്ട് ഈ വഴി, രണ്ടാമത് വന്നിട്ട് നേരെയുള്ള വഴി. Sal de la rotonda por la segunda salida por la de 98. Dentro de 150 metros. എന്തായാലും En la rotonda, In toma la 150 tercera meters, salida at the y roundabout, incorpórate a take the partir third de los exit onto Belleres. Cartier-les-Vergerets, De 98 D98 heading to Toulon. Hira, Toulon. ആരെങ്കിലും ഒരാൾ പറയേണ്ടിട്ട് 13 ടൺ അപ്പുറത്തോട്ട്. Sal de la rotonda en Quartier-les Exit the Belleres. roundabout onto Cartier-les-Vergerets. നമുക്ക് പോകേണ്ടത് ഈ റൂട്ട്. Dentro de 800 metros, En gira a la 800 derecha metros, In hacia 800 Marsol meters, de turn left onto Chemin 558. du a la izquierda Colombier. por la segunda calle. നമുക്കിപ്പോൾ ലോഡ് ഇറക്കേണ്ടത് ഏകദേശമൊക്കെ ഈ ഭാഗത്തായിട്ട് വരും. Dentro de 300 metros, gira a la izquierda hacia Chemin du Colombier. ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളിവിടെ എത്തി. വലിയ കോംപ്ലിക്കേഷൻസ് അധികം Gira a la ഉണ്ടായിരുന്നില്ല. izquierda hacia Turn left Chemin onto du Chemin Colombier. du Después gira a la Colombier, izquierda gira a por la la then turn segunda left. calle. Gira a la izquierda por el camino. Gira a la izquierda. Turn left, Luego then gira a la you'll arrive izquierda. at your destination. ഇവിടെയാണ് നമ്മുടെ സ്ഥലം. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ എമർജൻസി ലൈറ്റ് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴാണെങ്കിൽ പൂക്കൾ അപ്പുറത്തോടെ എത്താൻ പറ്റും. കൂട്ടുകാരെ എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി സന്തോഷം. നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.